നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നവജാത ശിശുവിനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ദോഹ വിമാനത്താവളത്തിൽ ഓസ്ട്രേലിയൻ സ്ത്രീകളെ നഗ്നരാക്കി ദേഹപരിശോധന നടത്തിയെന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ സ്ത്രീകൾക്ക് സമാനമായി മോശപ്പെട്ട അനുഭവമുണ്ടായെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്നിരുന്നാൽ തന്നെയും ഇതിനോടകം തന്നെ വിമാനത്താവളത്തിൽ നവജാത ശിശുവിനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഖത്തർ അന്വേഷണത്തിന് ഉത്തരവിടുകയുണ്ടായി. പ്രധാനമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ ഖലീഫ ബിൻ അബ്ദുൽ അസീസ് അൽ താനിയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. സമഗ്രവും സുതാര്യവുമായ അന്വേഷണത്തിനാണ് പ്രധാനമന്ത്രി ഉത്തരവിട്ടിരിക്കുന്നത്. ഒക്ടോബർ 2-നാണ് ഹമദ് രാജ്യാന്തര വിമാനത്താവളത്തിലെ മാലിന്യപ്പെട്ടിയിൽ നിന്ന് നവജാത ശിശുവിനെ കണ്ടെത്തിയത്. പ്ലാസ്റ്റിക് ബാഗിനുള്ളിലാക്കി മാലിന്യങ്ങൾക്കിടയിൽ കുഴിച്ചിട്ട നിലയിലാണ് കുഞ്ഞിനെ കണ്ടെത്തിയിരുന്നത്. പെൺകുഞ്ഞ് മെഡിക്കൽ അധികൃതരുടെ പരിചരണത്തിൽ സുരക്ഷിതമായി തന്നെ കഴിയുകയാണ്. എന്നാൽ ഇതാദ്യമായാണ് വിമാനത്താവളത്തിൽ ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. കുഞ്ഞിനെ കണ്ടെടുത്ത ഉടൻ ദോഹ സിഡ്നി വിമാനത്തിലെ യാത്രക്കാരെ വിമാനത്തിൽ നിന്നിറക്കി ശാരീരിക പരിശോധനയ്ക്ക് വിധേയരാക്കിയിരുന്നു. പരിശോധനയ്ക്ക് വിധേയരായ വനിതാ യാത്രക്കാർ ഓസ്ട്രേലിയൻ ഫെഡറൽ പോലീസിന് പരാതി നൽകിയതോടെയാണ് വാർത്ത പുറം ലോകമറിഞ്ഞത്. ഇതിനെതിരെ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഖത്തർ രംഗത്തെത്തിയിരുന്നുവെങ്കിലും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ കുഞ്ഞിന്റെ മാതാവിനായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. എന്നാൽ തന്നെയും ഖത്തർ സർവീസിനെതിരെ കൂടുതൽ ഗുരുതരമായ ആരോപണങ്ങളും പുറത്തുവരുന്നു. ഇതിൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.